ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദിസ് ഇസ് മീ വിത്ത് മല്ലു എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നമ്മുടെ ഹീറോ ഗോകുവിന് അവന്റെ ഓപ്പണന്റ് ആയിട്ട് വെജിറ്റ ആയിരിക്കും കിട്ടുക. ലോങ് ഷോട്ടിലായിട്ട് നമ്മുടെ ട്രങ്ക്സും അതുപോലെ ഗോട്ടനും അവർ രണ്ടുപേരും വമ്പൻ ആറ്റിറ്റ്യൂഡിൽ നിൽക്കുകയാണ്. ട്രങ്ക്സ് ആണെങ്കിൽ ഗോട്ടനോട് പറയും, നമ്മുടെ അച്ഛന്മാര് തമ്മിലാണ് ഏറ്റുമുട്ടാൻ പോകുന്നത്, ഇതിലാരായിരിക്കും ജയിക്കുക? അതിന് നമ്മുടെ ഗോട്ടൻ അവനാണെങ്കിൽ ഉഷാറായിട്ട് പറയും, ഒരു സംശയവും വേണ്ട, ഈ മത്സരത്തിൽ എന്റെ അച്ഛൻ തന്നെ ജയിക്കും. അതിൽ ട്രങ്ക്സ് പറയും, ഒരിക്കലുമില്ല, നിന്നെ തോൽപ്പിച്ചതിനെ കഴിഞ്ഞു ഈസി ആയിട്ട് എന്റെ അച്ഛൻ നിന്റെ അച്ഛനെ തോൽപ്പിക്കും. അങ്ങനെ അവർ രണ്ടുപേരും 150 പറഞ്ഞ് 100 പറഞ്ഞ് പൊരിഞ്ഞ തർക്കം. പിന്നീട് നമ്മുടെ ചെക്കന്മാർ രണ്ടുപേരും അവിടേക്ക് പോയി അവരുടെ ലോട്ട് എടുക്കും. അവർ ആ ലോട്ട് എടുത്തതിന് ശേഷം തിരികെ വരും. ട്രങ്ക്സ് ആണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ജ്യൂസ് അത് കുടിക്കാനായിട്ട് തുടങ്ങും. ഉടനെ ഗോട്ടൻ ആണെങ്കിൽ ട്രങ്ക്സിനോട് പറയും, നിന്റെ താഴെ ഒരാളുണ്ട്, എന്നെ മറക്കാൻ പാടില്ല, എനിക്കും ജ്യൂസ് വേണം. ട്രങ്ക്സ് പറയും, അയ്യോ ഇല്ല, നിനക്കിപ്പോ ഞാൻ ജ്യൂസ് തന്ന ഒട്ടും ശരിയാവില്ല, ആരെങ്കിലും ഇത് കണ്ട നമ്മുടെ കള്ളത്തരങ്ങളെല്ലാം വെളിയിലാവും. പക്ഷേ ഗോട്ടൻ ആണെങ്കിൽ അത് സമ്മതിക്കാതെ ഒച്ച വെച്ചോണ്ടേയിരിക്കും. വേറെ വഴിയില്ലാതെ ട്രങ്ക്സ് ആണെങ്കിൽ അവന് ജ്യൂസ് കുടിക്കും. അത് കുടിച്ച് അവരങ്ങനെ ഹായ് ആയിട്ട് നിൽക്കുകയാണ്. അടുത്തതായിട്ട് നമ്മുടെ പിക്കലോ, അവനാണെങ്കിൽ അവന്റെ ലോട്ട് എടുക്കും. പിക്കലോയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് മത്സരിക്കുന്നത് ആ ഒരു സ്പൈക്കനാണ്. പിന്നീട് അവസാനമായി സെയ്റ്റന്റെ ഉഴവാണ്. സോ സെയ്റ്റൻ ആളവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതിനു പകരമായിട്ട് അവിടെ ഉണ്ടായിരുന്ന റെഫറി ഇപ്പൊ ആളുടെ ലോട്ട് എടുക്കുകയാണ്. ആള് എതിരായിട്ട് മത്സരിക്കേണ്ടത് നമ്പർ 18 ആണ്. ഉടനെ അവളാണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും, എനിക്ക് ഇതിലൊന്നും യാതൊരു കുഴപ്പമില്ല, വേൾഡ് ചാമ്പ്യൻ അല്ല, ആരാണെങ്കിലും ഈസി ആയിട്ട് വെറും 5 സെക്കൻഡ് കൊണ്ട് ഞാൻ അവനെ അടിച്ച് തോൽപ്പിക്കുമെന്ന് അവൻ ഹായ് ആയിട്ട് പറയും. അങ്ങനെ അവസാനത്തെ ആളും ലോട്ട് എടുത്തതിന് ശേഷം ആങ്കർ ആണെങ്കിൽ അവർ മത്സരിക്കേണ്ട ലെവല് അത് കാണിച്ചു കൊടുക്കും. ആദ്യത്തെ മത്സരം നമ്മുടെ മൊട്ടപ്പനും ആ ഒരു ജയന്റും, രണ്ടാമത്തേത് പിക്കലോയും ആ ഒരു സ്പൈക്കനും, ശേഷം മത്സരിക്കുന്നത് നമ്മുടെ ചുന്ദരി പെണ്ണും മറ്റൊരാളും, പിന്നീട് നമ്മുടെ ഗോഹാനും പുറത്തുനിന്ന് വന്ന ആ ഒരു സസ്പീഷ്യസ് പേഴ്സൺ. അതിനുശേഷം മത്സരിക്കാൻ പോകുന്നത് നമ്പർ 18 സെയ്റ്റാനും, പിന്നീട് ഗോകുവും വെജീറ്റയും. അങ്ങനെ ഓരോരുത്തരുടെ മത്സരങ്ങൾ അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് ഇപ്പൊ ആങ്കർ ആണെങ്കിൽ കടന്നു പോകും. മത്സരം അത് ആരംഭിക്കാനായിട്ട് പോവുകയാണ്. വളരെയധികം മാച്ചുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഒരു മാച്ചിന് 30 മിനിറ്റാണ് ഏറ്റവും കൂടുതലായിട്ട് അനുവദിച്ചിരിക്കുന്നത്. ആരെങ്കിലും റൂൾസിനെതിരായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ അപ്പൊ തന്നെ അവരെ പുറത്താക്കും. ഓപ്പണന്റ് മരിക്കുകയാണെങ്കിലോ വിട്ട് പുറത്തു പോവുകയാണെങ്കിലോ ഫൗൾ ആവുകയാണെങ്കിലോ 10 തവണ എണ്ണുന്നതിന് മുൻപിൽ എഴുന്നേക്കാൻ സാധിച്ചില്ലെങ്കിലോ നിങ്ങൾ ഔട്ടാവുമെന്ന് പറയും. മൊട്ടപ്പനാണെങ്കിൽ തലയ്ക്ക് കൈ കൊടുക്കും. 30 മിനിറ്റോ അത് ഒരുപാട് കുറഞ്ഞു പോയി. അതിനാ ഉണ്ടപ്പം പറയും, 30 മിനിറ്റ് പോയിട്ട് 30 സെക്കൻഡ് എനിക്ക് നീ ആയിട്ട് ഫൈറ്റ് ചെയ്യേണ്ടി വരില്ല, അതിനു മുൻപ് ഞാൻ നിന്നെ തോൽപ്പിക്കും. ഇത് കേട്ട് മൊട്ടപ്പനാണെങ്കിൽ ചിരിക്കാനായിട്ട് തുടങ്ങും. മറ്റൊരു ഭാഗത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റാഫ് ആളാണെങ്കിൽ സെയ്റ്റാനോട് അവൻ മത്സരിക്കുന്നത് ഒരു പെണ്ണുമായിട്ടാണെന്ന് പറയും. അത് കേട്ട് സെയ്റ്റാനാണെങ്കിൽ ചാടി എഴുന്നേൽക്കും. വാവ്, ആരായിട്ടൊരു പെണ്ണുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ എനിക്ക് യാതൊരു കുഴപ്പമില്ല എന്ന് പറയും. ഇവിടെ ഗോകു ആണെങ്കിൽ എക്സസൈസ് ഒക്കെ ചെയ്ത് ഫൈറ്റ് ചെയ്യാൻ റെഡി ആവുകയാണ്. അതേസമയം പിക്കലോ ആളങ്ങനെ ടെൻസ്ഡായി വിയർത്തൊലിക്കുന്നത് കണ്ട് ചുന്ദരി പെണ്ണ് പിക്കലോയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ഗോഹാനോട് ചോദിക്കും. അതിന് ഗോഹാൻ പറയും, അദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ല, അദ്ദേഹം എപ്പോഴും അങ്ങനെ തന്നെയാണെന്ന് പറയും. പക്ഷെ ആൾ ടെൻസ്ഡ് ആണെന്ന് ഇപ്പൊ ഗോഹാനും മനസ്സിലാവും. ഇവിടെ ഗോകു ആണെങ്കിൽ കാര്യമായിട്ട് ട്രെയിനിങ് എടുക്കുന്ന കണ്ട നമ്മുടെ മൊട്ടപ്പനാണെങ്കിൽ അവനെ കളിയാക്കുകയാണ്. അതേസമയം ഇപ്പോ ആ ഒരു സ്പൈക്കനും അവന്റെ കൂടെയുള്ള ആളും അവിടേക്ക് കടന്നു വരും. അവരാണെങ്കിൽ അങ്ങനെ പിക്കലോയെ തന്നെ നോക്കുകയാണ്. ആണെങ്കിൽ ഒരു സെക്കൻഡ് ഷോക്കായി അവരെ നോക്കും. ഇവിടെ പെരുമ്പറ മുഴങ്ങി മത്സരത്തിനുള്ള ആ ഒരു ബെല്ലടിച്ചിരിക്കുകയാണ്. അതേസമയം മത്സരാർത്ഥികളാണെങ്കിൽ ഒട്ടും വിട്ടുകൊടുക്കാതെ എല്ലാവരും ട്രെയിനിങ് എടുത്തുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഓരോരുത്തരും ട്രെയിനിങ് ഒക്കെ എടുക്കുന്നത് കണ്ട് അങ്ങനെ ചിരിച്ചും കളിയാക്കി നിൽക്കും. മറ്റൊരു ഭാഗത്ത് ഗോഹാനും ട്രങ്ക്സും അവരാണെങ്കിൽ ഇപ്പോഴും ആ ഒരു വലിയ ഡ്രസ്സിന്റെ ഉള്ളിൽ ആരുടെ ശ്രദ്ധയിൽപ്പെടാതെ ഓടി നടക്കുകയാണ്. ഒരുപാട് കാലമായി ഞങ്ങൾ ഫൈറ്റ് ചെയ്തിട്ട് എല്ലാവരും ഒന്നു ചേർന്ന് ഫൈറ്റ് ചെയ്യാണെന്ന് പറഞ്ഞ് വലിയൊരു എക്സൈറ്റ്മെന്റിൽ നിൽക്കുകയാണ് നമ്മുടെ മൊട്ടപ്പൻ. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് കാണികൾക്കിടയിൽ നമ്മുടെ ആൾക്കാരുടെ ക്ലാസ്മേറ്റ്സ് അവരാണെങ്കിൽ ഇപ്പോ ചുന്ദരി പെണ്ണിന്റെ മത്സരം കാണാൻ അങ്ങനെ ആകാംക്ഷയോട് കൂടെ ഇരിക്കുകയാണ്. മഞ്ഞമുടി പെണ്ണാണെങ്കിൽ ജിമ്മിനോട് പറയും, ഇത് ശരിക്കും ഒരു അടിപൊളി മാച്ചാണ്, സൈമണും ഇതിൽ മത്സരിക്കുന്നുണ്ട്. അതിന് ജിമ്മും പറയും, ആരൊക്കെ മത്സരിച്ചിട്ടും കാര്യമില്ല, സെയ്റ്റാൻ അദ്ദേഹം വേൾഡ് ചാമ്പ്യൻ ആണ്, അദ്ദേഹം തന്നെ ഇതിൽ ജയിക്കും. ഇവിടെ ബുൽമയാണെങ്കിൽ സുന്ദരം പയ്യന് കൊടുത്തിട്ട് പറയും, എന്റെ മകൻ ഓൾറെഡി മത്സരത്തിൽ ജയിച്ചു, ഇനി എന്റെ ഹസ്ബൻഡ് അദ്ദേഹം കൂടെ ജയിച്ചു കഴിഞ്ഞാൽ ഈ ചാമ്പ്യൻഷിപ്പ് പട്ടം ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോകുന്നു പറയും. ചീച്ചിക്കാണെങ്കിൽ അതൊട്ടും ഇഷ്ടാവില്ല. കാരണവശാലും വെജീറ്റ അവൻ ജയിക്കില്ല. ഗോകു മത്സരിച്ച ഒരു മത്സരത്തിൽ പോലും അവനെ ആർക്കും തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന് ബുൽമ പറയും, 5 വർഷമായി ഒരു ഭ്രാന്തനെ പോലെ ആ ഒരു ഗ്രാവിറ്റി റൂമിൽ എന്റെ ഹസ്ബൻഡ് വെജീറ്റ ആള് മത്സരിക്കുകയാണ്, ആള് തന്നെ ഈ കപ്പ് തൂക്കും. അങ്ങനെ രണ്ടുപേരും 150 പറഞ്ഞ് 100 പറഞ്ഞ് പൊരിഞ്ഞ തർക്കം. കാര്യം കൈവിട്ടു പോകുന്ന മനസ്സിലാക്കിയ ചുന്ദരപ്പയ്യനാണെങ്കിൽ അവർ രണ്ടുപേരെയും 2 ഭാഗത്തേക്ക് പിടിച്ചു മാറ്റുകയാണ്. കട്ട് ചെയ്ത ഇവിടെ മത്സരം ആരംഭിക്കും. മൊട്ടപ്പനെയും ആ ഉണ്ടപ്പനെയും വേദിയിലേക്ക് ക്ഷണിക്കും. ഉണ്ടപ്പനാണെങ്കിൽ മൊട്ടപ്പനെ തട്ടി നീക്കും. നിനക്ക് മരിക്കണ്ടെങ്കിൽ ഇപ്പോഴേ ഓടി രക്ഷപ്പെടുന്നതാണ് നിനക്ക് നല്ലതെന്ന് പറയും. പക്ഷെ മൊട്ടപ്പനാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ കടന്നു വരികയാണ്. ആങ്കർ ആണെങ്കിൽ വിളിച്ചു പറയും,
മൊട്ടപ്പൻ അവൻ വർഷങ്ങളായി ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ തുടർച്ചയായിട്ട് മത്സരിക്കുന്നതാണ്. സോ വലിയ പ്രതീക്ഷയോട് കൂടെയാണ് ഈ ഒരു മത്സരത്തിൽ ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നത്. ആ ഉണ്ടപ്പനെ കണ്ട് ഇപ്പൊ എല്ലാവരും ഭയപ്പെടും. ഓ നോ, അവന്റെ സൈസ് കാണുമ്പോൾ തന്നെ അറിയാം അവൻ വളരെ ടെററാണെന്ന്. അത്രയും വലിയൊരു മനുഷ്യന് ആ ചെറിയ പയ്യനെ ഫൈറ്റ് ചെയ്യാൻ കൊടുത്തത് ഒട്ടും ശരിയായില്ല. ഇവിടെ മൊട്ടപ്പന്റെ മോള് ആണെങ്കിൽ പേടിച്ച് കരയും. അയ്യോ ഇല്ല ഇല്ല, എന്റെ പപ്പയെ മിക്കവാറും ആ ഒരു ജയന്റ് മാൻ എടുത്തിട്ട് അലക്കാൻ ചാൻസ് ഉണ്ട്. അതിൽ ചുന്ദരപ്പയ്യും പറയും, ടെൻഷൻ ആവേണ്ട കാര്യമില്ല, എന്റെ പപ്പയുടെ പവർ എന്താണെന്ന് നീ കാണും. ഇവരെല്ലാവരും അത് കണ്ട് ഞെട്ടും. പപ്പയുടെ പവർ സൈസിലല്ല, മറിച്ച് ആളുടെ സ്ട്രെങ്ത്തിലാണ്. എല്ലാവരെയും അദ്ദേഹം അത് ബോധ്യപ്പെടുന്നു പറയും. അപ്പൊ മറ്റൊരു ഫൈറ്റർ ഇപ്പോ ആ ഒരു ഉണ്ടപ്പന്റെ പഴയ ഫൈറ്റിനെ കുറിച്ച് ആലോചിക്കും. അവൻ ഓപ്പണന്റിനെ കൊല്ലാൻ പോലും മടിക്കാത്തവനാണ്, അത്രയും ടെററാണ്. പിക്കലോ ആണെങ്കിൽ ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ വളരെയധികം ടെൻസ്ഡായി അങ്ങനെ എന്തൊക്കെയോ ആലോചിച്ച് നിൽക്കും. ഉണ്ടപ്പനാണെങ്കിൽ വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് കറങ്ങി തിരിഞ്ഞ് ഇപ്പോ നമ്മുടെ മൊട്ടപ്പന്റെ അടുത്തേക്ക് വരും. നിനക്ക് എന്നെ തോൽപ്പിക്കാൻ വേണ്ടി പറ്റില്ല. എന്റെ ഈ ശരീരം കണ്ടില്ലേ, അത് കാണുമ്പോൾ നിനക്ക് ഭയം തോന്നുന്നുണ്ടോ? ഇത്രയും വലിയ ശരീരം വെച്ച് ഇത്രയും സ്പീഡിൽ എന്നെ കൊണ്ട് സഞ്ചരിക്കാൻ കഴിയുമെന്ന് നീ വിചാരിച്ചിട്ട് പോലും ഉണ്ടാവില്ല അല്ലേ? എന്നെ കൊണ്ട് ഇതല്ല, ഇതിനപ്പുറമുള്ള പല കാര്യങ്ങളും ചെയ്യാനായിട്ട് കഴിയും. കാരണം ഞാൻ അത്രമാത്രം പവർഫുൾ ആണ്. നിനക്ക് ഞാൻ ഒരു ഓഫർ തരാം. നിനക്ക് ആദ്യത്തെ പഞ്ച് എന്നെ ചെയ്യാം. നിന്റെ ഫുൾ പവർ ഉപയോഗിച്ച് നിനക്ക് എന്നെ പഞ്ച് ചെയ്യാന്ന് പറഞ്ഞ് അവനാണെങ്കിൽ മൊട്ടപ്പനെ വെറുപ്പിക്കുകയാണ്. മൊട്ടപ്പനാണെങ്കിൽ തല താഴ്ത്തി നിൽക്കും. എന്റെ മുഴുവൻ ശക്തിയെടുത്ത് പഞ്ച് ചെയ്താ ഇവന്റെ കാറ്റ് പോവും. ഞാൻ എന്ത് ചെയ്യണം ചിന്തിച്ച് മൊട്ടപ്പൻ അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. അവനാണെങ്കിൽ വീണ്ടും വീണ്ടും മൊട്ടപ്പനെ വെറുപ്പിക്കുകയാണ്. കമോൺ കമോൺ, നിന്റെ ഫുൾ പവർ എടുത്ത് പഞ്ച് ചെയ്. അത് കേൾക്കേണ്ട താമസം മൊട്ടപ്പനാണെങ്കിൽ കൈ കറക്കി ഒരൊറ്റ ഇട്ടി. ആ ഒരു ഇട്ടിയില് അവന്റെ ഫുൾ കൺട്രോളും പോയി അവൻ ഉച്ചത്തിൽ നിലവിളിക്കും. ഇട്ടി കിട്ടിയ അവനാണെങ്കിൽ മുകളിലേക്ക് ഉയരും. മറ്റുണ്ടായിരുന്ന കാണികളെല്ലാം അത് കണ്ട് അത്ഭുതപ്പെടുകയാണ്. ഇങ്ങനെയൊരു ട്വിസ്റ്റ് അത് അവർ പ്രതീക്ഷിച്ചതല്ല. കൺട്രോൾ പോയ മുട്ടപ്പൻ ഇപ്പൊ അവനെ ചവിട്ടി ദൂരേക്ക് തെറിപ്പിച്ച് കളയുകയാണ്. അവന്റെ ഒറ്റ പഞ്ചില് ആ ഒരു ഉണ്ടപ്പനാണെങ്കിൽ കറങ്ങി അടിച്ച് താഴെ വീഴുകയാണ്. ആൾക്കാണെങ്കിൽ ബോധം നഷ്ടപ്പെട്ടു. അത് കണ്ട് എല്ലാവരും ഉച്ചത്തിൽ കൈയടിക്കുകയാണ്. ഇവിടെ നമ്മുടെ മൊട്ടപ്പന്റെ മകൾക്ക് ഒത്തിരി സന്തോഷം. മൊട്ടപ്പന്റെ ജയത്തില് ഇപ്പൊ നമ്മുടെ ബുൽമയും ചീച്ചിയും അവർ രണ്ടുപേരും കൈ കൊടുക്കുകയാണ്. മൊട്ടപ്പനാണെങ്കിൽ ഇപ്പൊ അവന്റെ ഫൈറ്റ് കംപ്ലീറ്റ് ചെയ്ത് തിരികെ എത്തും. ഗോക്കു അവനെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യും. ഉടനെ മൊട്ടപ്പൻ പിക്കലോയെ നോക്കി പറയും, നീ ഞാൻ പറയുന്നത് കേൾക്കില്ല എന്ന് നന്നായിട്ട് എനിക്കറിയാം, പക്ഷേ ബെസ്റ്റ് ഓഫ് ലക്ക്, നന്നായിട്ട് ഫൈറ്റ് ചെയ്യും. ഉടനെ പിക്കലോ ആണെങ്കിൽ ടെററായിട്ട് അങ്ങനെ നിൽക്കും. അതേസമയം ഫൈറ്റിന് വേണ്ടി പിക്കലോയെയും ആ സ്പൈക്കിനെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യാനായിട്ട് വേദിയിലേക്ക് കടന്നു വരും. ആങ്കർ ആണെങ്കിൽ വിളിച്ചു പറയും, പിക്കലോ ആൾ മുൻപും ഈ വേദിയിൽ മത്സരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇതൊരു എക്സൈറ്റിംഗ് മത്സരമായിരിക്കും. ജനങ്ങളാണെങ്കിൽ പിക്കലോയെ തിരിച്ചറിയും. അതിനൊപ്പം ആ ഒരു മോൺസ്റ്ററിനെ അറ്റാക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത് അത് ഇവനാണെന്ന് പറയും. ഇവിടെ മൊട്ടപ്പനാണെങ്കിൽ ഗോകുവിനോട് ചോദിക്കും, സത്യത്തിൽ ആ ചിന്ന പയ്യൻ അവൻ ഭയങ്കര പവർഫുൾ ആണോ? ഗോകു പറയും, അതെ, എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ഇവിടെ വെജീറ്റ ആണെങ്കിൽ ആ ഒരു സ്പൈക്കൻ പയ്യനെ നോക്കും. അതെ, ഈ ഒരു ഫൈറ്റിലൂടെ അവന്റെ പവർ എന്താണെന്ന് അറിയാൻ പറ്റും. ആങ്കർ ആണെങ്കിൽ പോരാട്ടം തുടങ്ങാം എന്ന അനൗൺസ്മെന്റ് കൊടുക്കും. പക്ഷെ പിക്കലോയ്ക്കാണെങ്കിൽ ഇപ്പൊ പോരാടാനായിട്ട് കഴിയുന്നില്ല. ഞാൻ എന്തിനാണ് ഇത്രയധികം ഭയക്കുന്നത്? ഈ പയ്യനെ ഇതിനു മുൻപ് ഞാൻ കണ്ടിട്ടില്ല. ഇവൻ ആരാണെന്നോ എന്താണെന്നോ എനിക്ക് അറിയില്ല. ഇത്ര ശക്തന്മാര് വന്നാലും ഭയപ്പെടാത്ത ഞാനിപ്പോ ഇവന്റെ മുൻപിൽ ഭയപ്പെടുകയാണ്. എനിക്ക് എന്താ സംഭവിക്കുന്നത്? എനിക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവൻ പാനിക്കാവും. ഇവിടെ സ്പൈക്കനാണെങ്കിൽ യാതൊരു കൂസലും ഇല്ലാതെ അങ്ങനെ ടെററായിട്ട് നിൽക്കുകയാണ്. ചുറ്റുമുള്ള കാണികളാണെങ്കിൽ ഒച്ച വെക്കും, നിങ്ങളുടെ ഈ സ്റ്റാച്യു പോലുള്ള നിൽപ്പ് കാണാനല്ല ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്, ഫൈറ്റ് ചെയ്യ്. ടാങ്കറും ഇപ്പൊ അവരോട് ഫൈറ്റ് ചെയ്യാനായിട്ട് പറയും. സ്പൈക്കനാണെങ്കിൽ പിക്കലയോട് പറയും, അധികം വൈകാതെ ഞാൻ ആരാണെന്ന് നിനക്ക് മനസ്സിലാവും. ആദ്യം നമുക്ക് ഈ പോരാട്ടം അത് കംപ്ലീറ്റ് ചെയ്യാന്ന് പറയും. അത് കേട്ട് പിക്കലോ ഷോക്ക് ആവുകയാണ്. പിക്കലോ അങ്ങനെ ടേൺ ചെയ്ത് ആങ്കറിനോട് പറയും, ഈ മത്സരത്തിൽ നിന്ന് പിന്മാറുകയാണ്. അത് കേട്ട് നമ്മുടെ ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നവരും ആങ്കറും എല്ലാവരും ഒരുപോലെ ഞെട്ടും. പിക്കലോ അത് തന്നെ ആവർത്തിച്ച് അവിടുന്ന് തിരികെ കടന്നുപോകും. ഹൈക്കനാണെങ്കിൽ യാതൊരു കൂസലും ഇല്ല. അധികം വൈകാതെ നിങ്ങൾ എല്ലാവരും ഞാൻ ആരാണെന്ന് അറിയുമെന്ന് അവൻ വീണ്ടും പറയും. തിരികെ വന്ന പിക്കലയോട് ഇപ്പൊ മൊട്ടപ്പനും ഗോക്കുവും അവർ രണ്ടുപേരും ചോദിക്കും, എന്തു പറ്റി, അവൻ നിന്നെ കഴിഞ്ഞ് പവർഫുൾ ആണോ? അതിന് പിക്കലോ പറയും, അതെ. ഇവിടെ ആങ്കർ ആണെങ്കിൽ അടുത്ത ഫൈറ്റിനുള്ള ആൾക്കാരുടെ പേര് വിളിക്കുകയാണ്. അത് നമ്മുടെ ചുന്ദരിപ്പെണ്ണ് വിടലും അതുപോലെ തന്നെ ആ ഒരു ജയന്റ് മാനോ ആണ്. ചുന്ദരിപ്പെണ്ണാണെങ്കിൽ ഗോഹാനോട് പറയും, ഈ ഒരു ഫൈറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് ഫൈറ്റ് ചെയ്ത് ഒരു ഡേറ്റിന് പോവാം. ഗോഹാൻ ആണെങ്കിൽ ഓക്കെ പറയും. ആങ്കർ ആണെങ്കിൽ വിളിച്ചു പറയും, സെയ്റ്റാന്റെ മകൾ വിടലാണ് ഈ ഒരു മത്സരത്തിൽ മത്സരിക്കാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ വർഷം ജൂനിയർ വിഭാഗത്തിൽ അവൾ ചാമ്പ്യൻ ആയിരുന്നു. പെർഫോമൻസ് കാണാൻ എല്ലാവരും ആകാംക്ഷയോട് കൂടെ കാത്തിരിക്കുകയാണെന്ന് പറയും. അതേസമയം സ്പൈക്കനാണെങ്കിൽ ആളെ ക്രോസ് ചെയ്ത് കടന്നു പോകും. അവനാണെങ്കിൽ ടേൺ ചെയ്ത് ഇപ്പൊ ആ ജയന്റിനെ നോക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.